ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനേറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ റൈസ് ആണ്. വളരെ രുചികരമായ ഈ വിഭവം തയ്യാറാക്കിയെടുക്കാൻ എളുപ്പവുമാണ്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് ചെറുതീയിൽ മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നന്നായി പഴുത്ത 2 ചെറിയ തക്കാളി അരിഞ്ഞതും, മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക്, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാഗിയുടെ ലെസ് സോൾട്ട് ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. തക്കാളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഫ്രൈയും കുറച്ച് മല്ലിയിലയും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ റൈസ് തയ്യാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.